പ്രിയമുള്ളവരെ, വചനജ്വാല 1702 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 29 ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ബാറൂക്കിന്റെ പുസ്തകം 4-ാം അധ്യായം 21 മുതൽ 37 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ജെറൂസലേമിന് പ്രതീക്ഷ. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കാരുണ്യം ലഭിക്കും. ഞാൻ നിങ്ങളെ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ അയച്ചു. ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടെ എനിക്ക് നിങ്ങളെ ദൈവം എന്നേക്കുമായി തിരികെ നൽകും. സിയോന്റെ അയൽക്കാർ നിങ്ങളുടെ അടിമത്തം ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന രക്ഷ അവർ ഉടൻ കാണും. മഹാപ്രതാപത്തോടും നിത്യനായവന്റെ തേജസ്സോടും കൂടെ അത് നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ മക്കളെ, ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വന്ന ക്രോധം ക്ഷമാപൂർവം സഹിക്കുവിൻ. നിങ്ങളുടെ ശത്രു നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവരുടെ നാശം നിങ്ങൾ ഉടൻ കാണും. അവരുടെ കഴുത്തെ നിങ്ങൾ ചവിട്ടി മെതിക്കും. എൻ്റെ പിഞ്ചോമനകൾ പരുവരുത്ത പാതയിലൂടെ സഞ്ചരിച്ചു. ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ ശത്രുക്കൾ അവരെ അപഹരിച്ചു. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ഇത് നിങ്ങളുടെ മേൽ വരുത്തിയ അവിടുന്ന് നിങ്ങളെ സ്മരിക്കും. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടത്തെ തേടുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് നിത്യാനന്ദവും രക്ഷയും നൽകും. ജെറൂസലേമേ, ധൈര്യമായിരിക്കുക, നിങ്ങൾക്ക് നേരിട്ടവൻ തന്നെ നിങ്ങൾക്ക് ആശ്വാസം നൽകും. ജെറൂസലേമേ, ധൈര്യമായിരിക്കുക, നിങ്ങൾക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം അരുളും. നിന്നെ പീഡിപ്പിച്ചവനും നിന്റെ വീഴ്ചയിൽ സന്തോഷിച്ചവനും ദുരിതമനുഭവിക്കും. നിന്റെ മക്കളെ അടിമകളാക്കിയ പട്ടണങ്ങൾ ദുരിതമനുഭവിക്കും. നിന്റെ പുത്രന്മാരെ വാങ്ങിയ നഗരവും നിന്റെ പതനത്തിൽ സന്തോഷിക്കുകയും നിന്റെ നാശത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്തതുപോലെ അവൾ സ്വന്തം നാശത്തിൽ ദുഃഖിക്കും. ജനത്തിന്റെ ബാഹുല്യത്തിൽ അവൾക്കുള്ള അഹങ്കാരം ഞാൻ ഇല്ലാതാക്കും. അവളുടെ ഗർവിനെ സന്താപമാക്കി തീർക്കും. നിത്യനായവനിൽ നിന്ന് അവളുടെ മേൽ വളരെ കാലത്തേക്ക് അഗ്നി ഇറങ്ങും. ദീർഘകാലത്തേക്ക് പിശാചുക്കൾ അവളിൽ വസിക്കും. ജെറൂസലേമേ, കിഴക്കോട്ട് നോക്കുക. ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന ആനന്ദം കണ്ടാലും ഇതാ നീ പറഞ്ഞയച്ച നിന്റെ സന്തതികൾ വരുന്നു. പരിശുദ്ധനായവന്റെ കൽപ്പനയ്ക്കനുസരിച്ച് കിഴക്ക് നിന്നും പടിഞ്ഞാറു നിന്നും ശേഖരിക്കപ്പെട്ട അവർ ദൈവമഹത്വത്തിൽ ആനന്ദിച്ചുകൊണ്ട് ഇതാ വരുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം
ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയും വേദപാരംഗതയുമായ സിയന്നായിലെ വിശുദ്ധ കത്രീനയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. 23ാമത്തെ മകളായി ജനനം. സമർത്ഥയും ഭക്തയും പ്രസന്നയുമായിരുന്ന കത്രീന കന്യകയായി ജീവിക്കാൻ സ്വകാര്യ വ്രതമെടുത്തു. അമ്മ അവളെ വിവാഹത്തിന് നിർബന്ധിച്ചു. അപ്പോൾ തലമുടി വെട്ടിക്കളഞ്ഞ് അങ്ങനെ അതിൽ നിന്നും ഒഴിഞ്ഞുമാറി. ഒരിക്കൽ ചേച്ചിമാരുടെ നിർബന്ധപ്രകാരം വസ്ത്രം ധരിച്ചതിന് മരണം വരെ മനസ്തപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 18ാം വയസ്സിൽ ഡൊമിനിക്കൻ സഭയുടെ വസ്ത്രം സ്വീകരിച്ച് സ്വന്തം മുറിയിൽ കുമ്പസാരക്കാരനോടല്ലാതെ മറ്റാരോടും ഒന്നും സംസാരിക്കാതെ കഴിച്ചുകൂട്ടി. ഭയങ്കരമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ ദിവ്യഗുരു പ്രത്യക്ഷപ്പെട്ട് അവളെ ആശ്വസിപ്പിച്ചു. അനേകരെ ശുശ്രൂഷിക്കുകയും പ്രാർത്ഥന മൂലം അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. നിരവധി പാപികളെ മാനസാന്തരപ്പെടുത്തി. പ്രായശ്ചിത്തവും അധ്വാനവും കത്രീനയെ രോഗിണിയാക്കി. വെളിപാടുകളും പഞ്ചക്ഷതങ്ങളും ഏറ്റുവാങ്ങി 33ാം വയസ്സിൽ ഈ കന്യക ഭാഗ്യമരണം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, കന്യകയും വേദപാരംഗതയുമായ സിയന്നായിലെ വിശുദ്ധ കത്രീനായുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്കിന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.